അപ്പൊ ഇത്തരത്തില് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് പൊങ്കാല ഇടുന്നവർക്കായിട്ട് നിരവധി സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും ഒക്കെ സേവനത്തിനായി അവർക്ക് സഹായത്തിനായി ഉണ്ട് എന്നുള്ളതാണ് അനൗൺസ്മെന്റ്. കൃത്യമായിട്ട് കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട്, ശീതളപാനീയ വിതരണം നടക്കുന്നു, നമുക്ക് കാണാം വലിയ തിരക്കുണ്ട്. ഇനിയിപ്പോ ഇത്തരത്തിൽ ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്നവരാണ് ഇവരെല്ലാവരും ഇനി ഭക്ഷണത്തിലേക്ക് പോകുന്നു. ചോറുണ്ണുന്ന സമയത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം ഇവരൊന്നും രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പൊങ്കാല തിളച്ചു തൂകിയതിനു ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെയുള്ള വ്രതക്കാരുണ്ട്. വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, കൊച്ചുകുട്ടികൾ എന്നിവരെ കൃത്യമായും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഈ ക്ഷേത്രം, ഗണപതി ക്ഷേത്രമുണ്ട്. ഈ ഗണപതി ക്ഷേത്രത്തിലെ ടാക്സി ഡ്രൈവേഴ്സിന്റെ ഒരു യൂണിയൻ ഉണ്ട്, അവരുടെ ഒരു സംഘടനയുണ്ട്. അത് വളരെ ജനകീയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവർക്ക്, ഇവിടെ എത്തുന്ന ഭക്തർക്ക്, പൊങ്കാല ഇടാനെത്തുന്ന ഭക്തർക്കായി ഭക്ഷണവും വെള്ളവും അടക്കം നൽകുന്നുണ്ട്. ഇത്തവണയും അത് മുടങ്ങാതെ അവർ നൽകുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇത്തവണ അത് ഓരോ വർഷവും അതിന്റെ അളവ് കൂട്ടി വരുന്നു എന്നുള്ളതാണ്. എല്ലാ വർഷവും ആളുകളുടെ എണ്ണം കൂടി വരുന്നു. അതനുസരിച്ച് അവര് കൊടുക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റിയും അളവും കൂട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നമ്മളുള്ളത് ഗണപതി ക്ഷേത്ര പരിസരത്താണ്. ഇവിടെ അന്നദാനം നടക്കുന്നു, അത് ആളുകൾ കഴിക്കുന്നു. വാങ്ങിപ്പോകുന്നവരുണ്ട്. അത് നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. രാവിലെ ഭക്ഷണം കഴിക്കാതെ പൊങ്കാല അർപ്പിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്നവർ ഇപ്പോൾ അവരുടെ പൊങ്കാല കലം തിളച്ചു തൂവിയതോടെ ഇനി ഭക്ഷണം കഴിച്ച് അതിനുശേഷം ബാക്കിയുള്ള ഇനിയുമുണ്ട് പൊങ്കാലയിൽ ഇനിയുമുണ്ട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. ഇനിയും നിരവധി നിവേദ്യങ്ങൾ അവർക്ക് തയ്യാറാക്കാനായി ഉണ്ട്. നേരത്തെ എല്ലാവരും എല്ലായിടത്തുനിന്നും പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ടപ്പുറ്റും തെരളിയപ്പവും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഇനി ഭക്ഷണത്തിന് ശേഷം എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അടുപ്പിലേക്ക് കയറ്റുക മാത്രമാണ് ഇനി ബാക്കിയുള്ള ജോലി. അപ്പോൾ ഓരോരുത്തരും ഓരോ പ്രാർത്ഥനയോടെ വളരെ ഭക്തിപൂർവ്വം പൊങ്കാലയടുപ്പിൽ തീ കൊളുത്തിയ ശേഷം അത് തിളച്ചു തൂവിയ ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിന് ശേഷമാണ്. ആ ഭക്ഷണവും വെള്ളവും കൃത്യമായി എത്തിക്കാൻ നിരവധി സംഘടനകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. രണ്ടു വശത്തും ചൂടിന് കുറവുണ്ട് അന്തരീക്ഷത്തിൽ എന്ന് നമ്മൾ പറയുമ്പോഴും ഈ രണ്ടു വശത്തും പുക കാരണം നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇവിടെയുണ്ട്. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് പൊങ്കാല തങ്ങളുടെ പൊങ്കാലയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്ന അമ്മമാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് ശേഷം പൊങ്കാലയ്ക്ക് ശേഷം വേഗത്തിൽ തന്നെ നിവേദ്യം കഴിച്ച് വീടുകളിലേക്ക് മടങ്ങാം. അതിനുള്ള യാത്രാ സൗകര്യമാണ് ഇവിടെ ഈ ഏറ്റവും കൂടുതൽ തമ്പാനൂർ കേന്ദ്രീകരിച്ച് പൊങ്കാല ഇടുന്നവരുടെ ഏറ്റവും വലിയ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സ്ഥലത്ത് തന്നെ പൊങ്കാല ഇടണമെന്ന് അടുത്ത തവണയും ആഗ്രഹിക്കുന്നതും. ഇവിടെ നിന്ന് നേരെ നിവേദ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ അടുത്ത ബസ് പിടിക്കുക, സുരക്ഷിതമായി വീട്ടിലെത്തുക. വീട്ടിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഇത് ഈ ഓരോ പൊങ്കാലക്കലവും ഇടുന്നത് അവരുടെ വീട്ടിലേക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ മാത്രമല്ല, പരിസരത്ത് അയൽവാസികളായവർ പൊങ്കാലയ്ക്ക് എത്താൻ കഴിയാത്തവർക്കൊക്കെ പ്രസാദം എല്ലാ വീടുകളിലും. ചിലപ്പോൾ അവരും പൊങ്കാല ഇട്ടിട്ടുണ്ടാവും, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ പൊങ്കാലയുടെ ഒരു ഭാഗം അത് അവർക്ക് കൊടുത്ത് തൃപ്തി അടയുക എന്നൊരു കാര്യം കൂടി പൊങ്കാലയിൽ ബാക്കി നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് നിവേദ്യത്തിന്റെ കാര്യം. ഇത്രയും സമയം ഇനി കാത്തിരിപ്പാണ്, ഒരു വലിയ കാത്തിരിപ്പ്. 2:30 വരെ ഇനി നോക്കിയിരിക്കുകയാണ് നിവേദ്യത്തിനായി. പൊങ്കാല അർപ്പിച്ച ശേഷം ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ കിട്ടുന്ന സമയം അതാണ്. ഇത്രയും നേരം സ്ഥലമില്ലാതെ പൊങ്കാലയിടാൻ സ്ഥലമില്ലാതെ ഒരുപാട് പേര് ഓടി നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അവരെല്ലാവരും ഇപ്പൊ എവിടെങ്കിലുമൊക്കെ ചെറിയ സ്ഥലങ്ങളിലേക്ക് വരെ അടുപ്പ് നിരത്തി അവിടെ പൊങ്കാലയിട്ട് സംതൃപ്തിയോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ അമ്മയിലേക്ക് ഒന്ന് പോവാം. അമ്മ നല്ല ചിരിയോടെ നിൽക്കുന്ന വലിയ സന്തോഷത്തിലാണ്. അമ്മ പൊങ്കാല ഇട്ടു, ആ സന്തോഷം മുഖത്തുണ്ട്. വയ്യ, ആന്റിയോ ഓപ്പറേഷൻ ചെയ്തെന്ന് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ, എന്നാലും ഞാൻ വന്നിട്ട്. അയ്യോ, അപ്പൊ ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ പോണ്ട? ഡോക്ടറോട് പറഞ്ഞില്ല, പറയാതെ പോരുന്നു. എനിക്ക് ഒരു മനസമാധാനം ഇല്ല വരാത്തത് കൊണ്ട്. പിന്നെ അടുത്തിരിക്കുന്നവരൊക്കെ സഹായിച്ചു തന്ന്. വീട്ടുകാരൊക്കെ പിണങ്ങി കാണുമല്ലോ വന്നേന്. 3 ദിവസം കൊണ്ട് ചോറുണ്ണാതിരിക്കുക വരാൻ വേണ്ടി. അതെന്തിനായിരുന്നു അങ്ങനെ? അത്ര ഇതുണ്ടോ അമ്മയുടെ? അത് അമ്മ അങ്ങ് ക്ഷമിച്ചേക്കില്ലായിരുന്നോ? ഇല്ല, എനിക്ക് പറ്റത്തില്ല. എനിക്ക് അങ്ങ് വെപ്രാളമാവും. പിന്നെ വീണ്ടും കൊണ്ട് കിടത്തേണ്ടി വരും ആശുപത്രി. അതുകൊണ്ട് പേടിച്ചു വിട്ട്.
പൊങ്കാല ഇട്ടില്ലെങ്കിൽ എന്നുള്ളതാണ്. 40 വർഷം കൊണ്ട് മുടങ്ങാതെ വരുവാ. പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. ആരോഗ്യ പ്രശ്നമെല്ലാം ഉണ്ടോ? കൂടെ പോയി അവിടെ ഇരുന്നിട്ട് വരുവാ. അപ്പുറം ഇപ്പൊ പൊങ്കാല ഏതാ പൊങ്കാലക്കലം? അമ്മ തെരളി, മണ്ടപ്പത്തിൽ തെരളി. അത് രണ്ടുമാ മുള ഇട്ടത്. കാരണമേ പൊങ്കാല അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കണം, അതെനിക്ക് പറ്റത്തില്ല. അപ്പൊ ഇത് കഴിഞ്ഞില്ല, ഇനി കുറച്ചു നേരം വിശ്രമിച്ചൂടെ? പോണം മോളെ, അങ്ങോട്ട് പോയി കേട്ടോ. നിങ്ങളെ കണ്ടോണ്ട് നിന്നത്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ല, കഴിക്കണം. മരുന്ന് കഴിച്ചോ? മരുന്നും കഴിക്കണം. ഭക്ഷണവും മരുന്നും ഒക്കെ കഴിക്കപ്പോ. ആ, അപ്പൊ ഇത് കഴിഞ്ഞില്ല ഇനിയിപ്പോ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കൂടെ. ശരി. ഇതുപോലെ അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പൊങ്കാലയ്ക്ക് വരിക എന്നുള്ളത് അവരുടെയൊക്കെ ഒരു വലിയ ആഗ്രഹമാണ്. ആ അമ്മ പറഞ്ഞതുപോലെ എനിക്ക് പൊങ്കാല ഇട്ടില്ലെങ്കിലാണ് വലിയ അസുഖം, എന്റെ മനസ്സിന്റെ അസുഖം മാറില്ലല്ലോ. 40 വർഷമായി ഞാൻ പൊങ്കാല ഇടുന്നു, ഇത്തവണ എങ്ങനെ പൊങ്കാല ഇടാതിരിക്കും? അതുകൊണ്ട് വീട്ടുകാരെ ഒക്കെ വിഷമിപ്പിച്ചിട്ടും ഡോക്ടറോട് പറയാതെയും ഒക്കെ ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നവരുണ്ട്. അവരൊക്കെ ഇപ്പോ വലിയ സന്തോഷത്തിലും വലിയ ആത്മസംതൃപ്തിയിലുമാണ്. അങ്ങനെ പൊങ്കാല ഇടാൻ കഴിഞ്ഞല്ലോ, ഇത്തവണയും ഭാഗമാകാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതിന്. എല്ലായിടത്തും ഇപ്പോ വോളണ്ടിയേഴ്സിനെ നമുക്ക് കാണാം. ഓരോ സ്ഥലത്തും പല പല സാധനങ്ങൾ, കഴിക്കാനായാലും കുടിക്കാനായാലും ഒക്കെയുള്ള സാധനങ്ങൾ നൽകുന്ന വോളണ്ടിയേഴ്സിനെ നമുക്ക് കാണാം. ഒരാൾ ആരോടും നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക്. അവരെല്ലാം ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പൊങ്കാലയാണ്, നമ്മുടെ കേരളത്തിന്റെ പൊങ്കാലയാണ്, നമ്മുടെ ഇന്ത്യയുടെ പൊങ്കാലയാണ്. നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടം നേടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആറ്റുകാൽ പൊങ്കാല എന്താണ് എന്ന്. എല്ലാവർക്കും അറിയാവുന്ന പൊങ്കാല. നമ്മൾ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറെ പുരുഷന്മാർ, അവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. ഓരോ തവണ ഇത്തരത്തിലുള്ള ആലോചനകൾ നടന്നു, എന്ത് കൊടുക്കും നമ്മൾ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് എന്നതടക്കമുള്ള ആലോചനകൾ നടത്തിയ ശേഷം ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും നല്ലത് പൊങ്കാലയ്ക്ക് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിയ കാഴ്ച നമ്മൾ കാണുന്നു. ഓരോ സ്ഥലത്തും ഓരോ ചെറിയ ഇടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വലിയ അനുഗ്രഹമാവുകയാണ്. ഇത്തരത്തിൽ നമുക്കറിയാം, വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ അത് കൃത്യമായ സ്ഥലത്ത് സമയത്തെത്തിക്കണം. വാട്ടർ ടാങ്കുകൾ ഇവിടെ ഓരോ ഇടത്തും ഓരോ പ്രത്യേക സ്ഥലത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചുകൊണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ആളുകൾക്ക് വരുത്താതെയുള്ള ക്രമീകരണം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ കോർപ്പറേഷന്റെ പ്രവർത്തനം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനം അത് പൊങ്കാലയ്ക്ക് ശേഷമാണ്. ഈ സ്ഥലത്താണോ പൊങ്കാല നടന്നത് എന്ന് പോലും പലപ്പോഴും തോന്നിപ്പോകുന്ന രീതിയിലുള്ള ശുചീകരണം അത് നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്.